ഹലോ ഗൈസ്, രോഹിത്താണ്. നമ്മൾ ഓണം പ്രമാണിച്ച് ഓണക്കോടി എടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ക്യാമ്പിലാണുള്ളത്. ഇവിടെ നമ്മൾ പുറത്ത് പോയാണ് ഡ്രസ്സ് എടുക്കുന്നത്. സമയം ഇപ്പോൾ ഇവിടെ ഏകദേശം 9 മണിയോടാകുന്നു. പക്ഷെ നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട്. വണ്ടി വന്നിട്ടുണ്ട്, നേരെ വണ്ടിയിലോട്ട് കയറാം. വണ്ടി കയറിയിട്ട് കാണാം. നമ്മൾ വണ്ടിയിൽ കയറി ഇനി നേരെ പുറത്ത് പോയി ഇറങ്ങണം. നല്ല ചൂടുണ്ട്, നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് യാത്രയുണ്ട് ഇവിടുന്ന്. നമ്മൾ ഇവിടുന്ന് ഷെയർ ടാക്സി അടിച്ചാണ് പോകുന്നത്. പുറത്ത് പോയി ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സൂപ്പർമാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ മേളത്തെ ഫ്ലോറിലാണ് തുണിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ നേരെ മേളിലേക്ക് കടന്നു പോകും. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലെത്തി നമുക്ക് ഡ്രസ്സ് നോക്കാം. ഇവിടെ ലൈറ്റൊന്നും ഓണാക്കിയിട്ടില്ല. ആളില്ലാത്തതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, ലൈറ്റൊന്നും ഓണാക്കിയിട്ടില്ല. നമുക്ക് ഡ്രസ്സ് നോക്കാം. ഉദ്ദേശിക്കുന്ന ഒരു ബ്ലാക്ക് കളർ ഷർട്ട്, ഒരു ബ്ലാക്ക് കളർ മുണ്ടും എടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. നോക്കാം, റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. നിലവിൽ ആരെയും കാണുന്നില്ല. അവിടെ ഇരിപ്പുണ്ട്, സാധനം ഇരിപ്പുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇരിപ്പുണ്ട്. പക്ഷെ ആരെയും കാണുന്നില്ല. നമുക്കത് താഴേക്ക് പോയിട്ട് ആരെങ്കിലും വരുമോയെന്ന് ചോദിച്ചിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ എടുക്കാം. നമ്മളിത്ര രാവിലെ വന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. 10 മണിയോട് കൂടിയേ ആളെത്തും ഉള്ളതൊക്കെയാണ് പറയുന്നത്. ഇപ്പം സമയം അത്രയൊന്നും ആയിട്ടില്ല, 9 മണി ആയതേ ഉള്ളൂ. അപ്പം നമുക്ക് തന്നെ നോക്കാം, അല്ലാതെ വേറെ വഴിയില്ല. മുകളിലത്തെ ഇരിക്കുന്ന സാധനം നമ്മൾ ഇരിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. സാധനം കിട്ടി, പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത് ഡബിൾ എക്സലാണ്, നമുക്ക് അത്രയും വലുത് വേണ്ട. സാധനം ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിന് ഡബിൾ എക്സൽ ആയിരിക്കുന്നു. ഇനി ഇവിടെ ആൾ വരാനായിട്ട് 10 മണിയാവുന്നല്ലേ പറഞ്ഞു. നമുക്കൊന്ന് ഒന്നെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്ത് പോയിട്ട് വേറെ ATM-ലൊക്കെ കയറാനുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നുകൂടി നോക്കാം. അപ്പോഴത്തേക്ക് ആൾ വരുമോ നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കട കിട്ടും. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, നമുക്ക് കയറി വരാനായിട്ട്. ATM-ൻ്റെ തൊട്ട് താഴത്തെ മേളിൽ തന്നെ ഉള്ള കടയാണ്. ഇതേ ബിൽഡിങ്ങിൽ തന്നെ ATM, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇനിയും കുറച്ച് കഴിയുമ്പോൾ കാണാം. കടയിലെല്ലാം ആൾ വരുന്നില്ല. നമ്മൾ ഒരുപാട് നേരത്തെ വന്നതെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല വെയിലുണ്ട്, നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ, നല്ല ചൂടും, നല്ല കട്ട പോസ്റ്റിലേക്കാണ്. 10 മണിയാകുമ്പോഴേ കട തുറക്കത്തുള്ളൂ. നമ്മളിവിടെ എല്ലാം തെണ്ടി തിരിഞ്ഞ് നടന്നു. ഇതുവരെ വേറെ കടയിലൊന്നും കളക്ഷൻ കിട്ടില്ല. കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാനും. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താലേ ഈ കട തുറക്കത്തുള്ളൂ. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം തുണികളൊക്കെ ഉള്ള കടയാണ് കേട്ടോ. 10 മണിക്ക് തുറക്കത്തുള്ളൂ. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, വരട്ടെ, കാണാം. ഗായ്സ്, തുണി എടുക്കാൻ നടന്ന് ഞാൻ മടുത്ത്. ഇനിയൊരു നീല കളറിലെ ഒരു കറുത്ത മുണ്ട് വാങ്ങി. ഞാൻ കാണിക്കാം, എടുക്കുന്ന കാണിക്കാൻ പറ്റിയില്ല, കാണിക്കാം. നമ്മളവസാനം ആദ്യം കയറി കടയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒന്നുകൂടി മേളിൽ പോയി നോക്കാം, ആൾ വന്നോ, തിരക്ക് കുറഞ്ഞു. നല്ലപോലെ ടയേർഡായി നടന്ന്. ഇഷ്ടപ്പെട്ടൊരു ഷർട്ട് എടുക്കാൻ എന്തുമാത്രം നടപ്പാടെന്ന് ഓർത്തോണേ. സൈസിന് ഇത് കറക്റ്റ് സാധനമാണ്, പക്ഷേ ഡബിൾ എക്സിലാണ്, അതാ പ്രശ്നം. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ സൈസ് സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയുണ്ട്, കൊള്ളാവോ? കൈ പൊക്കി പിടിച്ചേക്കല്ലോ. ഇത് എക്സലാണ് കാണിക്കുന്നത്. നോക്കാം, അടുത്ത ഒരു സാധനം കൂടെ ഉണ്ടോ നോക്കാം. കോട്ടൺ. ഗൈസ്, എങ്ങനെയുണ്ട് സാധനം? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു. ഗോപാലൻ ഉള്ള മൈൻഡ് സെറ്റാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ല. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നമ്മൾ സെറ്റാക്കുകയാണ്. വിലക്കൂടില്ല, സാരമില്ല, വിലയെടുത്തല്ലേ വരത്തുള്ളൂ. അപ്പം ഇനി ഞാൻ ഇവിടുന്ന് വണ്ടി കയറി നേരെ റൂമിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പം അധികം വീഡിയോ എടുക്കാൻ സാധ്യതയില്ല, നല്ല വെയിലായി. ഇനിയിപ്പം അധികം വീഡിയോ എടുക്കത്തില്ല. ഞാൻ റൂമിൽ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറി കുറച്ച് ചെറിയ രീതിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ ഈ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പം റൂമിൽ ചെന്ന് ഫോട്ടോസിൻ്റെ കൂടെ കാണാം. അങ്ങനെ എല്ലാ പരിപാടി കഴിഞ്ഞ് റൂമിലെത്തി. ഇനി ഡ്രസ്സ് മാറി. ഞാൻ ബ്ലാക്ക് ഷർട്ട് തപ്പിയാണ് പോയത്, പക്ഷേ കിട്ടിയില്ല. പക്ഷെ ഒരു ഗ്രേ ഷർട്ട് കിട്ടി. അത് വെച്ചിപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ മാറി ഇനി ഫോട്ടോസ് ആയിരിക്കും. അത് കഴിയുമ്പം എൻ്റെ ഇപ്പോൾ വീഡിയോ പോലെ ഇടത്തുള്ളൂ. ഇത് ഞാൻ ചിലപ്പോൾ പാർട്ട് 1 പാർട്ട് 2 പോലെ ആയിരിക്കും ഇരുന്ന്. പിന്നെ ഇത് കഴിയുമ്പോൾ ഞങ്ങളുടെ ഫുഡ് കഴിപ്പുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് ബാക്കി. നമ്മുടെ ഫോട്ടോഷൂട്ടും ഫോട്ടോയൊക്കെ കണ്ടല്ലോ.
ഇനിയിപ്പം റൂമിലോട്ട് കയറിയിട്ട് ചെറുതായിട്ട് ഒരു സദ്യ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എത്രമാത്രം ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് ആ വീഡിയോ ഒക്കെ ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. അപ്പം അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് കാണാം. അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ കഴിച്ചു, വയറൊക്കെ നല്ല ടൈറ്റ്. അപ്പോൾ മെസ്സിൽ വന്ന ഫുഡ് നമ്മൾ ഒരു വാഴയിലേക്ക് വാങ്ങിച്ച് സെറ്റപ്പ് ആക്കി എടുത്തതാണ്, സദ്യ ആക്കി എടുത്തതാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞങ്ങളുടെ ഓണാഘോഷം അങ്ങനെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും കണ്ടുപോകും. ബൈ.